ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് WHO കോർ ലൈഫ് സ്കില്ലുകളെ കുറിച്ചായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് WHO കോർ ലൈഫ് സ്കില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ ലൈഫ് സ്കില്ലിൻ്റെയും ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്നതും, അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ലൈഫ് സ്കില്ലൊക്കെ നമുക്കറിയാം സെൽഫ് അവെയർനെസ് ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഇത് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സെൽഫ് അവെയർനെസ്. സെക്കൻഡ് മൊഡ്യൂൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് 3 ലൈഫ് സ്കില്ലുകളെ കുറിച്ചാണ്. ഒന്ന് സെൽഫ് അവെയർനെസ്, സെക്കൻഡ് വൺ എമ്പതി ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഈ 3 ലൈഫ് സ്കില്ലുകളെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സെൽഫ് അവെയർനെസ്, എന്താണ് കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് സെൽഫ് അവെയർനെസ്, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ മറ്റെല്ലാ സെൽഫ് അവെയർനെസ്സും നമുക്ക് രൂപപ്പെടുത്തണമെങ്കിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ലൈഫ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ മോട്ടിവേഷൻസിനെയും നമ്മുടെ വാല്യൂസിനെയും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെയൊക്കെ തന്നെ അംഗീകരിക്കാനുള്ള, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള, റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് സാധാരണ സെൽഫ് അവെയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ബിഹേവിയറൽ റെസ്പോൺസുകൾ, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമുക്കറിയാം സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിലും ഇല്ലാതെയും ഒക്കെ നടക്കുന്ന ഒന്നാണ്. ഒരാൾക്ക് സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം കാണിക്കുന്ന പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സും, അതുപോലെ ഒരു സിറ്റുവേഷനോട് വരുന്ന ആയിട്ടുള്ള റിയാക്ഷൻസും ഫീലിങ്സും തോട്ട് പ്രോസസ്സും ഒക്കെ നടക്കും. പക്ഷെ സെൽഫ് അവെയർനെസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിയന്ത്രിക്കാനും, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വില്ലനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇത് ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒരു ഫോക്കസ് ഓഫ് അറ്റൻഷനിലേക്ക് പോകുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അഥവാ സാധാരണ അറ്റൻഷൻ എന്ന് പറയാറുള്ളത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് അപ്പോൺ വൺ ഒബ്ജക്റ്റ് റാദർ ദാൻ അനദർ എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിനെയൊക്കെ തന്നെ ഫോക്കസ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബോധ്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സാധാരണ അറ്റൻഷൻ എന്ന് പറയാം. ഇവിടെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സാധാരണ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് കൺസെപ്റ്റിന്റെ ഭാഗം കൂടിയാണ്. തന്നെ ഈ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു റിഫ്ലക്ഷൻ ആൻഡ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് സാധാരണ പറയാറുള്ളത് നമ്മുടെ അതൊരു ഒരു ഒരു സ്റ്റഡി ഓഫ് മെത്തേഡ് കൂടിയാണ്. അഥവാ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നതാണ്. അഥവാ ലുക്കിംഗ് വിത്തിൻ എന്ന് പറയാം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇൻട്രോസ്പെക്ഷൻ. വളരെ ഒബ്ജക്റ്റീവ്ലി നമുക്ക് നമ്മളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് സാധാരണ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെൽഫ് അവെയർനെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സ്കില്ലാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഒരു ലൈഫ് സ്പാനിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിൽ എപ്പോഴാണ് ഈ സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സെൻസ് ഓഫ് സെൽഫുമായിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്, അല്ലെ? ഒരു കുട്ടിക്ക് ഒരു ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഫോം ഓഫ് സെൻസ് ഓഫ് സെൽഫ് ഒരു കുട്ടിക്ക് ജന്മന ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു കുട്ടി സാധാരണഗതിയിൽ മിറർ ടെസ്റ്റ് എന്ന് പറയും. മിറർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് അത് അവരുടെ ബോഡിലി ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രായം ഉണ്ടല്ലോ. അത് സാധാരണഗതിയിൽ കണക്കാക്കുന്നത് ഒരു 18 മാസം ആവുന്ന ഒരു കുട്ടിക്കാണ്. അഥവാ ഒരു വയസ്സിന് ശേഷം, അഥവാ 2 വയസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കുട്ടിയിൽ കിട്ടുന്ന ഒരു എബിലിറ്റിയാണ് കുറെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മിറർ ടെസ്റ്റിലൂടെ നമുക്കൊരു കുട്ടിക്ക് സെൽഫ് അവെയർനെസ് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാന്നുള്ളതാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇൻഫാന്റ് സ്റ്റേജിൽ സാധാരണ 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുട്ടിയോട് അവരുടെ ബോഡിലി ഓർഗൻസിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ സെൽഫ് അവെയർനെസ് ആണ്.
അങ്ങനെ ബോഡ്ലി സെൽഫ് അവയർനെസ് അവർക്ക് കിട്ടും. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ മൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മൂക്കിലേക്ക് അവർ ചൂണ്ടിക്കാണിച്ചു തരും. അല്ലെങ്കിൽ അവരുടെ ആ, ചെവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെവി കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ ചെവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് എന്ത് ചെയ്യും, ചൂണ്ടിക്കാണിച്ചു തരും. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു ബോഡ്ലി സെൽഫ് അവയർനെസ് ആണ്. ഏറ്റവും ബേസിക് ലെവലിലുള്ള സെൽഫ് അവയർനെസ് തുടങ്ങുന്നതാണ്. അത് ഒരിക്കലും ഇന്ന് നമുക്ക് ഉണ്ടാവുന്ന രീതിയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെൽഫ് അവയർനെസ് അല്ല. അതായത് വളരെ കൾച്ചറലി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സോഷ്യൽ കോംപ്ലക്സിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഇമോഷൻ സെൽഫ് അവയർനെസ് അല്ല. ഒരു കുട്ടിയിൽ ഏറ്റവും ബേസിക് ബോഡ്ലി സെൽഫ് അവയർനെസ് തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു 18 മന്ത് അപ്രോക്സിമേറ്റ് ഏജ് ആണ്. ഓരോ കുട്ടികൾക്കും അവരുടെ പല ജനറ്റിക് ഫാക്ടർ ഒക്കെ അനുസരിച്ച് ഈ ഒരു സെൽഫ് അവയർനെസ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു സമയത്താണ് കുട്ടികളിൽ സെൽഫ് അവയർനെസ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഈ സെൽഫ് അവയർനെസ് മിറർ ടെസ്റ്റിലൂടെയാണ് മനസ്സിലാക്കുക. മിറർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് കുട്ടിക്ക് അത് താൻ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതൊരു പറഞ്ഞ പോലെ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ബോഡ്ലി സെൽഫ് അവയർനെസ് ആണ്. അത് എൻ്റെ ശരീരമാണ് എന്നൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഒരു ജനിച്ചൊരു കുട്ടിക്ക് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 6 മാസം മുൻപുള്ള കുട്ടിയെ നമ്മളൊരു മിററിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് വിഷ്വൽ എബിലിറ്റി ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത്, അത് ഞാനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 വയസ്സിന് മുൻപായിട്ട് ഒരു 1.5 വയസ്സാണ് അപ്രോക്സിമേറ്റ് ടൈമായിട്ട് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത്. ആ സമയത്തായിരിക്കും കുട്ടികളിൽ കുറേ കൂടി ഈ പറഞ്ഞ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബോഡി ഓർഗൻസിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്. സാധാരണ നമ്മൾ ചെറിയ കുട്ടിയോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കണ്ണേതാ മൂക്കേതാന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി അത് കാണിച്ചു തരുന്നത് അതൊരു ചെറിയൊരു സിമ്പിളാണ്. ശരിക്കും അവരിൽ സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ ഒരു സ്വയം ആ, ബോധം അല്ലെങ്കിൽ എൻ്റേത് നിൻ്റേത് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. സ്ട്രെയിഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി സാധാരണ ചെറിയ കുട്ടികളിൽ കാണാറുണ്ട്. അതൊരു ഏഹ്, ഒരു സൈക്കോളജിക്കൽ ടേമാണ് സ്ട്രെയിഞ്ച് ആങ്സൈറ്റി. ഇത് സ്ട്രെയിഞ്ച് ആങ്സൈറ്റി സാധാരണ സൂചിപ്പിക്കുന്നത് കുട്ടികളിൽ ഏഹ്, ഇതുപോലെ സെൽഫ് അവയർനെസ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സാധാരണ ഒരു 9 മാസമൊക്കെ അല്ലെങ്കിൽ ഒരു വയസ്സിന് മുൻപൊക്കെ ആയിട്ടുള്ള കുട്ടികളിൽ സ്ട്രെയിഞ്ച് ആങ്സൈറ്റി തോന്നാറുണ്ട്. സ്ട്രെയിഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിനോട് അഥവാ യൂഷ്വലായിട്ട് കാണാത്ത ആൾക്കാരോട് തോന്നുന്ന പേടി. അത് സാധാരണ കുട്ടികൾ അവരുടെ അവരുടെ കെയർ ഗീവേഴ്സിനോട് മാത്രമായിട്ട് അറ്റാച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. പുതിയൊരാളെ കാണുമ്പോൾ കുട്ടികളിൽ നിന്ന് കുട്ടി ഇമോഷണലി റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ പേടി വരുന്ന ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ കാണിക്കും. ഇത് കാണിക്കുന്നതും ആ കുട്ടിയിലുള്ള സെൽഫ് അവയർനെസ് ആണ്. ഇത് അഥവാ ആ കുട്ടിക്ക് വേറൊരു വ്യക്തിയും തന്നിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇമോഷണൽ റിയാക്ഷൻസ് ആണ് കുട്ടി കരയുന്നതിലൂടെ അല്ലെങ്കിൽ കുട്ടി സ്ട്രെയിഞ്ച് ആങ്സൈറ്റി കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഇവൻസുകൾ സൂചിപ്പിക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒരു 1.5 വയസ്സാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫാൻ സ്റ്റേജിൽ ഒരു കുട്ടിക്ക് ഒരു മിനിമം ലെവൽ ഓഫ് സെൽഫ് അവയർനെസ് ഉണ്ടാവും. പിന്നീട് ചൈൽഡ്ഹുഡിലേക്ക് നീങ്ങുമ്പോൾ ഒരു വയസ്സും 2 വയസ്സും 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയിൽ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് അക്വിസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ലാംഗ്വേജ് ഒരു കുട്ടി അക്യൂർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷനും അതുപോലെ സോഷ്യലൈസേഷൻ, കുട്ടി ഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറെ കൂടി ഒന്നിലധികം വാക്കുകൾ ഒരുമിച്ച് പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു സാമൂഹികവൽക്കരണത്തിന് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഒരു പാലമാണ് ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാരണം സംസാരിക്കുന്നതിലൂടെയാണ് കുട്ടിക്ക് അവരുടെ ഇമോഷൻസിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരോട്. അല്ലെങ്കിൽ ഒരു കോമൺ സിമ്പിൾ രൂപപ്പെടുത്തുകയാണ് കുട്ടി ഒരു ഭാഷ രൂപപ്പെടുത്തുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൽഫ് അവയർനെസ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വെറും പേരിൽ മാത്രം അല്ലെങ്കിൽ അവരുടെ പേരെന്താന്ന് പിന്നീടാണ് അവർ പേരൊക്കെ മനസ്സിലാക്കുന്നത്. എൻ്റെ പേരാണ് ഇത്, ഈ പേര് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുന്നത് ഇതുപോലെ കുട്ടിക്കാലത്താണല്ലോ. 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സുള്ള സമയത്താണ്. ഇത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം സ്കൂളിംഗ് തുടങ്ങി പാരന്റിങ്, സ്കൂളിംഗ്, ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്തരം പ്രോസസ്സുകളൊക്കെ തന്നെ ഒരു കുട്ടിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ അവയർനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ്. ഈ പിന്നെ പറഞ്ഞ പോലെ അഡോളസൻസ്, അഡൾട്ട്, സ്കൂളിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചും വീക്ക്നെസ്സിനെ കുറിച്ചും നമ്മുടെ വാല്യൂസിനെ കുറിച്ചും നമ്മുടെ എയിംസിനെ കുറിച്ചും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചും മോട്ടിവേഷൻസിനെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ പിക്ചർ അക്യൂർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ കോംപ്ലക്സ് സെൻസ് ഓഫ് അവയർനെസ് എന്ന് രൂപപ്പെടുന്നത് അഡൾട്ട് ലൈഫിലാണ് അല്ലെങ്കിൽ അഡോളസൻസ് ലൈഫിൽ. പിൽക്കാലത്താണ്, കുട്ടിക്കാലത്തല്ല. കുട്ടിക്കാലത്ത് ഒരു മൈൽഡ് ഫോം ഓഫ് സെൻസ് ഓഫ് സെൽഫും പിന്നീട് ഈ പറഞ്ഞ പോലെ
ഒരു ബോഡ്ലി അവയർനെസ്സും ഒക്കെയാണ് അവർ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. സ്കൂളിങ്ങും അതുപോലെ ഈ പറഞ്ഞ പോലെ സോഷ്യലൈസേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഒരു കുട്ടിയിൽ സെൽഫ് അവെയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്, ഒരു കംപ്ലീറ്റ് സെൻസ് ഓഫ് സെൽഫ് അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാം, നമ്മുടെ ഇമോഷൻസും നമ്മുടെ മോട്ടിവേഷൻസും നമ്മുടെ ഗോൾസ് ഒക്കെ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൽഫ് അവെയർനെസ് ഉള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഇതിനൊക്കെ ക്ലിയർലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഹോർമോൺസ്, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ ബ്രെയിൻ റീജിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതൊരു എക്സാമിന് ചോദിച്ചോളന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ്, സാധാരണ ഫ്രണ്ടൽ ലോബ് സാധാരണ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഫ്രണ്ടൽ ലോബ് നമ്മുടെ ഫ്രണ്ട് റീജിയൻ ഓഫ് ബ്രെയിൻ ആണ്. ഫ്രണ്ടൽ ലോബ് സാധാരണ ഈ ഫ്രണ്ട് റീജിയൻ ഓഫ് ബ്രെയിൻ ആണ് ഒരു വ്യക്തിയുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ സെൽഫ് അവെയർനെസ്, സോഷ്യൽ നോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തന്നെ നിലനിൽക്കുന്ന മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ടൽ ലോബ് കൊണ്ടാണ്. അഥവാ ഒരു വ്യക്തിയുടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഫ്രണ്ടൽ ലോബാണ് കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ പറയുന്നത് സെൽഫ് അവെയർനെസ് ആന്റീരിയർ സിംഗുലർ കോട്ടക്സ്, അഥവാ കോട്ടക്സ് എന്ന് പറയുമ്പോൾ ഔട്ടർ പോർഷൻസ്, ആന്റീരിയർ സിംഗുലർ കോട്ടക്സ് ആണ് ഒരു വ്യക്തിയുടെ സെൽഫ് അവെയർനെസ്സിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ആന്റീരിയർ സിംഗുലർ കോട്ടക്സിൽ വരുന്ന ലീഷൻസ് അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ തന്നെ സാധാരണ നമുക്ക് സെൽഫ് അവെയർനെസ് ഇല്ലാതാക്കാറുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കോട്ടക്സ് ആണ് ഈ ഫ്രണ്ട് റീജിയൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് റീജിയൻ ഓഫ് ദ ബ്രെയിനിലൊക്കെ സാധാരണ ഡാമേജ് പറ്റുന്ന ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്നതാണ്. വ്യക്തിത്വത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, റിവൈസബിൾ അല്ലാത്ത, വീണ്ടും കിട്ടാത്ത രീതിയിലുള്ള പേഴ്സണാലിറ്റി ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഒപ്പം തന്നെ ഇത്തരം ഏരിയാസിൽ വരുന്ന ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻസ് ഒരു വ്യക്തിയിൽ സെൽഫ് അവെയർനെസ്സിൽ ചേഞ്ചസും ഉണ്ടാക്കുന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ ബ്രെയിൻ റീജിയൻസും നമ്മുടെ ഓരോ ഇമോഷണൽ റിയാക്ഷൻസും റെസ്പോൺസിനൊക്കെ തന്നെ റെസ്പോൺസിബിൾ ആണ്. നമ്മളുണ്ടാക്കുന്ന ഫിയർ റെസ്പോൺസ്, അഗ്രസീവ് മോട്ടിവേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫീഡിങ് ബിഹേവിയർ, സെക്ഷൽ ബിഹേവിയർ, ഇങ്ങനെ എല്ലാത്തരം ബിഹേവിയേഴ്സിനും ഈവൻ അത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലെങ്കിൽ പോലും, നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും ആ ഒരു ബ്രെയിൻ റീജിയനെ ഇലക്ട്രിക്കലി സ്റ്റിമുലേറ്റ് ചെയ്താൽ ആ ഒരു ബിഹേവിയർ റെസ്പോൺസ് ബോഡിയിൽ ഉണ്ടാവുന്നുള്ളതാണ്. ഫിയർ റെസ്പോൺസ്, അമിഗ്ഡാല എന്നുള്ള ഏരിയ ഉണ്ട്. അമിഗ്ഡാലയിൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലെങ്കിൽ പോലും, ഒരു പേടിപ്പെടുത്തുന്ന വസ്തു ഇല്ലെങ്കിൽ പോലും, നമ്മളിൽ ഒരു പേടിപ്പെടുത്തുന്ന ആ ഒരു അവസരങ്ങളിൽ ഉണ്ടാകുന്ന ബോഡിലി റിയാക്ഷൻസും ഫീലിംഗ് ഓഫ് ഇമോഷൻസും നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ സ്കില്ലുകളുടെയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സൈക്കോളജിക്കൽ ഫിനോമിനകളുടെയും കേന്ദ്രമാണ്. ഈ സെൽഫ് അവെയർനെസ്സിനെ നിയന്ത്രിക്കുന്നത് ഫ്രണ്ടൽ ലോബ് റീജിയനിലെ, ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ഈ ഏരിയയിൽ ആന്റീരിയർ സിംഗുലേറ്റ് കോട്ടക്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടുള്ള ഏരിയയാണ് എന്നുള്ളതാണ്. സാധാരണ രണ്ട് ടൈപ്പ് ഓഫ് സെൽഫ് അവെയർനെസ് ആണ് പൊതുവെ പറയപ്പെടുന്നത്. ഒന്ന് പബ്ലിക് സെൽഫ് അവെയർനെസ്, അതുപോലെ പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അഥവാ ഒരു വ്യക്തി മറ്റൊരു ആൾക്കാരുടെ മുൻപിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ നമ്മൾ വിധേയമാവുന്ന സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എങ്ങനെയാണ് എന്ന നമ്മുടെ ഒരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവും. ഇതാണ് പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അഥവാ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് എന്നൊരു സെൽഫ് അവെയർനെസ് ആണ്. ഇത് രണ്ടും സെൽഫ് അവെയർനെസ് ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മറ്റൊരു ഗ്രൂപ്പിന്റെ മുൻപിൽ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് തോന്നും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് കാണുന്നത് എന്ന നമ്മുടെ ഒരു അവെയർനെസ് ആണ് പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് സാധാരണ പറയുന്നത്. നമ്മളൊരു അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകുന്ന ചില ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻസും, അതുപോലെ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസുകളും ഉണ്ട്. ഇത് മറ്റുള്ളവർ വാച്ച് നമ്മളെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സെൻറ്റർ ഓഫ് അറ്റൻഷനിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാവുന്ന സമയങ്ങളിൽ നമ്മളിലുണ്ടാവുന്ന ചേഞ്ചുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ നോംസിന് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിന് മുൻപ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മളൊരു ലൈബ്രറിയിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ശബ്ദമില്ലാതെ വായിക്കുന്നതോ, അല്ലെങ്കിൽ ഫോൺ വരുന്ന സമയങ്ങളിൽ ഔട്ട്സൈഡ് പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് സെൽഫ് അവെയർനെസ്സിന്റെ ഭാഗമാണ്. അത് അവിടെ ഒരു സോഷ്യൽ നോം ഉണ്ട്, അവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്,
നമുക്കറിയാം അവിടെ നമ്മൾ വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത്. ഇത്തരം കണ്ടീഷനിൽ നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ നോംസിനോട് അഡ്ഹർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് യോജിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ നമുക്കുള്ളാവുന്ന ഒരു ബോധ്യമാണ് പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും സോഷ്യലി ഡിസൈറബിൾ ആവും അല്ലെങ്കിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഇതിന് മുൻപത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മളൊരു ക്യാൻറ്റീനിൽ പോയിട്ട് നമ്മൾ 5 പേരുണ്ടാകുന്ന സമയത്ത് 4 പേരും ചായ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളും കോഫി വേണമെങ്കിലും നമ്മൾ ചായ ഓർഡർ ചെയ്യുന്നത് ആ ഒരു സോഷ്യൽ നോംസിനോട് അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോഷ്യലി അക്സെപ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലൈബ്രറി കയറിയിട്ട് നമ്മൾ ഫോൺ വരുന്ന സമയത്ത് ഔട്ട്സൈഡ് പോയിട്ട് അവിടുത്തെ ആ ഒരു സിറ്റുവേഷണൽ നോംസുകളുണ്ട്. ഓരോ സിറ്റുവേഷനും ഓരോ നോംസ്. ആ സിറ്റുവേഷനുമായിട്ടുള്ള നോംസിനോട് ഒരു ഗ്രൂപ്പിലായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ മാത്രമേ അത്തരം സിറ്റുവേഷണൽ നോംസിനോട് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ മരണ വീട്ടിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷന് പോകുന്ന സമയത്തും നമ്മൾ ഒരുപോലെ അല്ലല്ലോ റിയാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതും. അതൊക്കെ ആ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷണൽ നോംസിനോട് നമ്മൾ എന്ത് ചെയ്യും, അഡ്ഹർ ചെയ്തിട്ടും അല്ലെങ്കിൽ അതിനോട് സോഷ്യലി അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യും അല്ലേ. അപ്പം ഇങ്ങനെ അത്തരം ഗ്രൂപ്പുകളുള്ള സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവുന്ന ഒരു സോഷ്യൽ സെൽഫ് അവെയർനെസ് ആണ് പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും റൈറ്റ് ആവണമെന്നില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ തോന്നലാവാം അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ ആവാം ഇത്തരം ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവർ അങ്ങനെ തന്നെയാണ് നമ്മളെക്കുറിച്ച് വിചാരിച്ച് വെച്ചിട്ടുള്ളതെന്ന് ഉറപ്പൊന്നുമില്ല. നമ്മൾ അവരോട് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അവരിങ്ങനെയാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊരു തോന്നലുണ്ടാവും. ആ ഒരു പെർസെപ്ഷനിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെൽഫ് അവെയർനെസ് ആണ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. നമ്മളെ തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് മറ്റുള്ളവരുടെ മുമ്പിലുള്ള നമ്മളെക്കുറിച്ചാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള നമ്മളെക്കുറിച്ച്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള അഭിപ്രായങ്ങൾ, അത് അവബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്സിനെയാണ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ നോംസിനോട് യോജിച്ചു പോകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. നമ്മൾ തന്നെ നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് നോളജ്, നമ്മളെക്കുറിച്ചിട്ടുള്ള ബെസ്റ്റ് നോളജാണ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്പെക്ട്സ് ഓഫ് സെൽഫ് അവെയർനെസ് ആണ്, അഥവാ ഡയമെൻഷൻസ് ഓഫ് സെൽഫ് അവെയർനെസ്. നമുക്കറിയാം സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയമെൻഷൻ അല്ല, അത് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കൂടുമ്പോഴാണ് നമ്മൾ സെൽഫ് അവെയർനെസ് കംപ്ലീറ്റ് ആകുന്നത്. അഥവാ അതിന് ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളുണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസും കോമ്പിറ്റൻസീസും അതിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നതിന് ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഇത്തരം ഇമോഷൻസിൻ്റെ ബിഹൈൻഡ് മോട്ടിവേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരം ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും നിയന്ത്രിക്കാനും നമുക്കതിനെ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന നമ്മുടെ കഴിവാണ് ഇമോഷണൽ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൽഫ് അവെയർനെസ്സിൽ ഒരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബിഹേവിയറൽ സെൽഫ് അവെയർനെസ് അഥവാ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ പ്രവൃത്തികളൊക്കെ ഇതൊക്കെ ഇമോഷണൽ ബിഹേവിയറൽ ആയിട്ടുള്ള സെൽഫ് അവെയർനെസ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണലി ബിഹേവിയറലി നമ്മൾ സെൽഫ് അവെയർ ആകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഹാബിറ്റാണ് അല്ലെങ്കിൽ അതൊരു ബിഹേവിയറൽ ആസ്പെക്ട്, ഒരു ആക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഗോൾസിനെയും നമ്മുടെ അംബീഷൻസിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു ആൽക്കഹോൾ ഡ്രിങ്കിങ് ബിഹേവിയർ ഉണ്ടെങ്കിൽ ഇത്തരം ബിഹേവിയറൽ സെൽഫ് അവെയർനെസ് ഉള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സ്പോർട്സിലോ അല്ലെങ്കിൽ ആർമി റിക്രൂട്ട്മെൻറ്റിലൊക്കെ ഒരു പോകണം എന്നൊക്കെയുള്ളൊരു അംബീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് നെഗറ്റീവ്ലി അവരുടെ എൻഡ്യൂറൻസിനെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള നമ്മുടെ ഗോൾസിനെയും വാല്യൂസിനെയും ഇതിൻ്റെ ഔട്ട്കംസ്, ബിഹേവിയറൽ ഔട്ട്കംസ് എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അദ്ദേഹം ബിഹേവിയറലി സെൽഫ് അവെയർനെസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ഒരാളുടെ ഹാബിറ്റ്സും അയാളുടെ ആക്ഷൻസൊക്കെ മറ്റുള്ളവരെയും അതുപോലെ തന്നെ അവരുടെയും കാര്യത്തിൽ എങ്ങനെയാണ് എന്തൊക്കെ ഔട്ട്കംസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അവെയർനെസ് ആണ് ബിഹേവിയറൽ സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോഗ്നിറ്റീവ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ തോട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തോട്ട് പ്രോസസ്സ്
എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ ഒരു ചിന്തയുടെ ബിഹൈൻഡ് മോട്ടിവേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ ചിന്ത വരാനുണ്ടായ കാരണം എന്താണ്, കോസ് എന്താണ് എന്നൊക്കെ നമുക്ക് സെൽഫ് അവെയർ ആവുന്ന സാഹചര്യം നമുക്കറിയാം. നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമുക്ക് അവയർനെസ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഫിസിക്കൽ അവയർനെസ്, സാധാരണ ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, ഇമോഷണൽ, ബിഹേവിയർ ആൻഡ് കൊഗ്നേറ്റീവ് അവയർനെസ്, ഇത് സാധാരണ ABC ഫാക്ടർ എന്നാ പറയാം. ABC അതിൽ എല്ലാ സൈക്കോളജിക്കൽ ഫിനോമിന നമുക്ക് ABC വെച്ച് വേണമെങ്കിൽ പറയാം. ഉദ്ദേശിച്ചോടെ ഇമോഷണൽ എന്നുള്ളതിനെ ഒന്നുകൂടി നമ്മൾ അഫക്ഷൻ എന്നും കൂടി പറയാം, അഫക്റ്റ് എന്ന് പറയും. അപ്പോൾ അതിനെ ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ, ബി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ്. സാധാരണ ABC മോഡൽ ഓഫ് എല്ലാ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും എല്ലാം തന്നെ നമ്മൾ ABC മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ABC ഫാക്ടറായിട്ട് നമുക്ക് പറയാം. അഫക്ഷൻ, ബിഹേവിയർ ആൻഡ് കൊഗ്നീഷൻ, അല്ലെങ്കിൽ ഇമോഷണൽ ആസ്പെക്ട്, ബിഹേവിയറൽ ആസ്പെക്ട് ആൻഡ് കൊഗ്നേറ്റീവ് മെന്റൽ ആസ്പെക്ട് എന്ന് പറയാം. അപ്പോൾ തന്നെ ഫിസിക്കൽ അവയർനെസ്, നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മുടെ ഒരു ബോഡ്ലി അവയർനെസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അവയർനെസ്സിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കോമ്പറ്റൻസിയെക്കുറിച്ച്, നമ്മുടെ ഹൈറ്റിനെ കുറിച്ച്, നമ്മുടെ വെയിറ്റിനെ കുറിച്ച്, നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റിയെക്കുറിച്ച്, എത്രത്തോളം സ്ട്രെങ്ത് നമുക്കുണ്ട്, എന്തൊക്കെ ഫിസിക്കൽ വീക്ക്നെസ് നമുക്കുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരാൾ ഫിസിക്കലി അവെയർ എന്ന് പറയും. അല്ലെങ്കിൽ ഫിസിക്കൽ അവെയർനെസ് ഇസ് ആൻ ആസ്പെക്ട് ഓഫ് സെൽഫ് അവെയർനെസ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ അവെയർനെസ് അതുപോലെ തന്നെ സോഷ്യൽ കോമ്പറ്റൻസി ഒക്കെ ഒരു പ്രധാനപ്പെട്ട സെൽഫ് അവെയർനെസ്സിൻ്റെ ഭാഗമാണ്. നമുക്ക് എത്രത്തോളം റിലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് റിലേഷൻസ് എങ്ങനെയാണ്, എത്രത്തോളം നമുക്ക് കോമ്പറ്റൻസി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കഴിവ് നമുക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസാണ് നമ്മൾ നേരിടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അവെയർനെസ്സുകളൊക്കെ സോഷ്യൽ അവെയർനെസ് ആണ്. അതുപോലെ തന്നെ കൾച്ചറൽ അവെയർനെസ്, അഥവാ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എൻവോൺമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്, എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിലാക്കുന്നതാണ് കൾച്ചറൽ അവെയർനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മോറലായിട്ടുള്ള ഒരു അവെയർനെസ് കൂടിയുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചും, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും, നമ്മുടെ റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ചും, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ നമ്മുടെ ബോധ്യമാണ് മോറൽ അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പേഴ്സണാലിറ്റി അവെയർനെസ് ഉണ്ട്. ഞാൻ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്, പേഴ്സണാലിറ്റി ടൈപ്പിൽ ഒരുപാട് പറയാം. ലോക്കസ് ഓഫ് കൺട്രോൾ, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഇപ്പോൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് സാധാരണ പറയാം, ഒരു ഔട്ട്കംസിനെ കുറിച്ച് നമ്മൾ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു തോൽവി ഉണ്ടായി അല്ലെങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടായി, ആ വിജയത്തിൻ്റെ അല്ലെങ്കിൽ ആ തോൽവിയുടെ കാരണം നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യും വ്യത്യസ്ത കോസിൽ. സാധാരണ രണ്ട് ടൈപ്പ് ഓഫ് ലോക്സ് ഓഫ് കൺട്രോളാണ് ഉള്ളത്. ഒന്ന് ഇന്റേണൽ ലോക്സ് ഓഫ് കൺട്രോളും അതുപോലെ എക്സ്റ്റേണൽ ലോക്സ് ഓഫ് കൺട്രോളും. ഇന്റേണൽ ലോക്സ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ ജയത്തിനും പരാജയത്തിനൊക്കെ കാരണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും, ജയവും പരാജയവും എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് ആണല്ലോ, എന്തിൻ്റെങ്കിലും ഒരു കോൺസിക്വൻസ് ആയിരിക്കുമല്ലോ. ഈ കോൺസിക്വൻസിന് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്റേണലി ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇതിൻ്റെ വിജയത്തിന് കാരണം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയത്, ഞാൻ പരാജയപ്പെടാണ്ടായ കാരണം ഞാൻ പഠിക്കാത്തതുകൊണ്ടാണെന്നുള്ളതായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ അവർ എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ അട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫെയ്ത്ത്, ഒന്നല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ലക്ക്, ദൈവത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത്, നമ്മൾ അല്ലെങ്കിൽ ലക്കായിരിക്കും, ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ് അല്ലെങ്കിൽ അതർ ഫാക്ടർ കൊണ്ടാണ്, എൻ്റെ കാര്യമല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എക്സാമിന് വിജയിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഒന്നല്ലെങ്കിൽ എക്സാം പേപ്പർ വളരെ സിമ്പിളായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ഫേക്ക്, അല്ലെങ്കിൽ ലക്കായിരുന്നു, ഞാൻ പഠിച്ച മാത്രം ക്വസ്റ്റ്യൻസ് വന്നത് ലക്കായിരുന്നു, അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കോൺസിക്വൻസും, നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ആട്രിബ്യൂട്ട് ചെയ്യുന്ന ക്വാളിറ്റീസാണ് ലോക്സ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സാധാരണ ഹൈലി അച്ചീവ്മെൻറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, നല്ല നേടിയെടുക്കാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി, റെസിലിയൻസ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൂടുതലായിരിക്കും. കുറേ കൂടി അവർക്ക് ഭയങ്കര അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൂടുതലായിരിക്കും, ഒരു കാര്യം സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. എക്സ്റ്റേണൽ ലോക്സ് ഓഫ് കൺട്രോൾ, ഇത് നമുക്ക് നമുക്ക് സ്കെയിൽ വെച്ച് നമുക്ക് മീൻസ് നമുക്ക് ഒരാളിൽ മെഷർ ചെയ്യാൻ പറ്റും, ഒരാൾ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ ലോക്സ് ഓഫ് കൺട്രോൾ എന്നുള്ളത്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ്ലി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരാൾ ലോക്സ് ഓഫ് കൺട്രോൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ലോക്സ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ കുറേ കൂടി ദൈവവിശ്വാസികളും അതുപോലെ തന്നെ നമ്മൾ
നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം ഔട്ട്കംസ് അങ്ങനെ വരില്ല. കുറേ കാര്യം എക്സ്റ്റേണലി നിയന്ത്രിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, ലക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതർ എക്സ്റ്റേണൽ ഫോഴ്സുകൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ ഞാൻ ഏത് ലോക്സ് ഓഫ് കൺട്രോളുള്ള ആൾക്കാരാണ്, ഇങ്ങനെ ലോക്സ് ഓഫ് അത് അപ്പോൾ തന്നെ പേഴ്സണാലിറ്റി ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി പറയാം. നമുക്ക് പറഞ്ഞ പോലെ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എ ആൻഡ് ബി ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. സാധാരണ എ ടൈപ്പ് പേഴ്സണാലിറ്റിയിൽ വരുന്നത് വളരെ അർജൻസി കൂടിയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കോമ്പിറ്റൻസി ഉള്ള ആൾക്കാർ ഒക്കെയാണ്. ബി ടൈപ്പ് ഓഫ് അതിന് നേരെ ഓപ്പോസിറ്റ്, വളരെ റിലാക്സ്ഡ് ആയിട്ട് അർജൻസി ഇല്ലാതെ ഹോസ്റ്റിലിറ്റി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ തന്നെ ബിഗ് 5 ഫാക്ടർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് 5 ഫാക്ടറുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ്, വ്യത്യസ്ത മോഡലുകൾ പറയുന്നുണ്ട്. ഞാൻ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് എന്ന് നമുക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാവുമല്ലോ. അതാണ് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പും ലോക്സ് ഓഫ് കൺട്രോൾ. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം. സാധാരണ സെൽഫ് എസ്റ്റീം എന്ന് പറയാം നമ്മളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അതാണ് സെൽഫ് എസ്റ്റീം. അഥവാ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂ, നമ്മുടെ വെർത്തിനെസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുക. ഈ സെൽഫ് എസ്റ്റീം ഒക്കെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി, അതുപോലെ നമ്മുടെ കോമ്പിറ്റൻസികളും, പേഴ്സണാലിറ്റി ടൈപ്പ്, ലോക്സ് ഓഫ് കൺട്രോൾ, മോറൽ അവെയർനെസ്, കൾച്ചറൽ അവെയർനെസ്, സോഷ്യൽ അവെയർനെസ്, ബോഡ്ലി അവെയർനെസ്, അഥവാ അതാണ് ഫിസിക്കൽ അവെയർനെസ് എന്ന് പറയുന്നത്. ബോഡ്ലി നമ്മുടെ എന്താണ് വീക്ക്നെസ്സിനെ കുറിച്ചും, നമ്മുടെ കോമ്പറ്റൻസിനെ കുറിച്ചും, നമ്മുടെ കഴിവുകളെ കുറിച്ചും, നമ്മുടെ ശക്തിയെക്കുറിച്ചൊക്കെ നമുക്കുള്ള നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഒപ്പം തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുന്നത് എങ്ങനെയാണ്, ഈ ചിന്തകളിലുള്ള വേരിയേറ്റിങ്ങളൊക്കെ ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലിയർലി മനസ്സിലാക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ്. ബിഹേവിയറലായിട്ടുള്ള സെൽഫ് അവെയർനെസ് ആണ് ഇമോഷണൽ ആയിട്ടുള്ള സെൽഫ് അവെയർനെസ്. ഇതെല്ലാം കൂടി സെൽഫ് അവെയർനെസ് കൂടുമ്പോഴാണ് സാധാരണ ഒരു കംപ്ലീറ്റ് ഫോം ഓഫ് സെൽഫ് അവെയർനെസ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ്. നമുക്കറിയാം സെൽഫ് അവെയർനെസ് എന്നുള്ളത് നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കാനും ഗ്രൗത്ത് ഉണ്ടാക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ ഏരിയാസിൽ നമുക്കിത് ഹെൽപ്ഫുൾ ആവും, ഏതൊക്കെ ഏരിയാസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആവും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ, ഡിഫറെൻറ്റ് ടെക്സ്റ്റുകളും നോട്ട്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസിനെ കുറിച്ചും നീഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും. ഇത് എല്ലാം അവസാനം എത്തി നിൽക്കുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും. വേർഡ് ടു വേർഡ് സെയിം ആവണമെന്നില്ല, പക്ഷെ ഇതിൽ പറയുന്ന ആശയം കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് അവെയർനെസ് കൂട്ടും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഗോൾമാൻ്റെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വന്തം ഇമോഷൻസിനെ മനസ്സിലാക്കാനും, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും, സ്വന്തം ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനും സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഒരാളുടെ കപ്പാസിറ്റിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. നമുക്കറിയാം, ഒരാളുടെ മെൻ്റലി ഒരാൾ ഇൻ്റലക്ച്വൽ ആവുക എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ IQ സ്കോർ, നമുക്ക് IQ അറിയാം അല്ലേ, അല്ലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളുടെ സ്കോർ എന്ന് പറയുന്നത് ഒരാളുടെ റീസണിങ് കപ്പാസിറ്റി, കോംപ്രിഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, അബ്സ്ട്രാക്ട് റീസണിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ ഒരു IQ ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഒരാളുടെ IQ ടെസ്റ്റ് ആയതുകൊണ്ട് അയാളുടെ സോഷ്യൽ ആൻഡ് അക്കാഡമിക് ലൈഫിൽ അദ്ദേഹത്തിന് ഗ്രൗത്ത് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ വിജയിച്ചോളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലൈഫിലും പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ കോമ്പിറ്റൻസി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗ്രൗത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റലിജൻസ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഇമോഷൻസിനെ മാനേജ് ചെയ്യാനൊക്കെയുള്ള കഴിവ്. നമുക്കറിയാം, ഒരുപാട് സൂയിസൈഡൽ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ പറയാറുണ്ട്, അതിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ നല്ല റാങ്ക് മേടിച്ചിട്ടുള്ള ആളായിരുന്നു ഒക്കെ. പക്ഷെ നമ്മൾ കൂടെ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പല ആർട്ടിക്കിളും വായിച്ചിട്ടുണ്ടാവും. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ റീസെൻ്റ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ കപ്പാസിറ്റിയാണ്. നമുക്കൊരു ഓർഗനൈസേഷനിലും, നമുക്കൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ, നമ്മുടെ ഫാമിലി ലൈഫിലും, ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും സ്വയം മോട്ടിവേറ്റഡ് ആവാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റ്, 5 കമ്പോണൻറ്റിൽ ഒരു കമ്പോണൻ്റാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും, അതുപോലെ തന്നെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, അതിനെ നമുക്ക് ചില ചേഞ്ചസുകൾ, ഇൻഫ്ലുവൻസ് വരുത്താനും,
അത് നമ്മുടെ തോട്ട് ആൻഡ് ബിഹേവിയറിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം, ഈ സെൽഫ് അവയർനെസ് വേണം. അപ്പോൾ നമ്മൾ ഒരാളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ബിൽഡ് ബെറ്റർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നമ്മൾ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസും സിറ്റുവേഷനെ മനസ്സിലാക്കാതെ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ബിഹേവിയറൽ ഇമോഷണലി സെൽഫ് അവയർനെസ് ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ആ ഒരു ചുറ്റുപാടിനെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ നിയന്ത്രിച്ചിട്ട് മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് ബെറ്റർ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എമ്പതി ഒരു മിനിമം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണം എന്നുള്ളത്. നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ ഉള്ള കപ്പാസിറ്റി കിട്ടുന്ന വഴി, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന വഴി നമുക്ക് എന്താ പറ്റും, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് നല്ല റിലേഷൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസ്ട്രെസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഡിക്രീസ് ചെയ്യാനും, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസിന് ഇൻക്രീസ് ചെയ്യാനും വേണ്ടി പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ പറയാം, നമ്മൾ മൈൻഡ് മാസ്റ്റർ നേടുക എന്നുള്ളതാണ്. മൈൻഡ് മാസ്റ്റർ എന്നാൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക നമ്മുടെ വില്ലിനനുസരിച്ച് ഉള്ള ചിന്തകളും പ്രവർത്തികളും നമ്മളിൽ നിന്ന് വരിക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അൺകൺട്രോളബിൾ ആയിട്ട് തോന്നുന്ന സമയങ്ങളിലാണ് നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന കണ്ടീഷനിലാണ് നമ്മൾ അൺകൺട്രോളബിൾ ആകുന്നത്. ഇത്തരം കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മളിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ളതാണ്. ലൈഫിൽ നമുക്ക് സംതൃപ്തി കിട്ടില്ല എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അഥവാ നമുക്ക് ലൈഫിൽ ഒരു ഓട്ടോണമി ഫീൽ ചെയ്യും, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നീക്കാൻ പറ്റുന്നൊരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് കുറക്കാനും, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഇമോഷൻസിന്, ആ ഒരു സാഹചര്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ നമുക്ക് സ്ട്രെസ്സ് കുറക്കാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് നല്ല ഒരു ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാവും, നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് എബിലിറ്റി ടു റെഗുലേറ്റ് ഇമോഷൻസ് ആൻഡ് നെഗറ്റീവ് തോട്ട്. നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഒക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ട്രോമയിൽ അകപ്പെട്ടാൽ ആ ട്രോമയിൽ ഉണ്ടാകുന്ന ഇമോഷൻസും, അതുപോലെ തന്നെ അത് എത്രത്തോളം നമ്മളെ ആ ഒരു ട്രോമാറ്റിക് ഇവൻറ്റിനെ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്തരം നമുക്ക് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൈക്കോ സോഷ്യൽ റിക്കവറി പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു റെസിലിയൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അത്തരം നിയന്ത്രണമുള്ള ആൾക്കാർക്ക്, ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മെൻ്റൽ റെസിലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ റെസിലിയൻസ് എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള കൂടുതൽ കോൺസിക്വൻസസ് ഉണ്ടാക്കാതെ റിക്കവർ ചെയ്യാനുള്ള സാധ്യത. അപ്പം ഇങ്ങനെ ഇമോഷണൽ റെസിലിയൻസ്, അല്ലെങ്കിൽ ബെറ്റർ മെൻ്റൽ ആൻഡ് ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ടതാണ് എംപവർ അസ് ടു ഇൻഫ്ലുവൻസ് ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡോമിനൻസ് നേടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആ തീരുമാനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ്, അഥവാ ഒരു മുൻകൂട്ടി ചില കാര്യങ്ങൾ കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും, എന്തെങ്കിലും അൺകൺട്രോളബിൾ ഇവൻ്റ് ഉണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനെ നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, നമുക്കൊരു ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഇത് കൂട്ടും. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും അനുസരിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. ഒപ്പം തന്നെ നമ്മൾ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യത അത് തുറന്നു തരുന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ആക്ഷൻസിലെയും, നമ്മുടെ എല്ലാ ഔട്ട്കംസിൻ്റെയും, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഔട്ട്കംസ് നമ്മൾ കാണും. നമുക്കൊരു ലോങ് ടേം ഗോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ആക്ഷൻസും നമ്മുടെ ബിഹേവിയേഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ലോങ് ടേം നമ്മുടെ ഗോൾസിനെയും നമ്മുടെ പർപ്പസിനെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ കപ്പാസിറ്റി, നമ്മളെ കാപ്പബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും കൂട്ടാൻ വേണ്ടി ഉപകരിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ കപ്പാസിറ്റിയെ കുറിച്ചിട്ടുള്ള അൺഅവയർനെസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയാണ് നമ്മളിൽ പലപ്പോഴും ഒരു ഇൻഹിബിഷൻസ് സൃഷ്ടിക്കുന്നത്. നമുക്ക് ഇത്തരം കപ്പാസിറ്റി, എനിക്ക് ഇത്ര പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തെയും വളരെ വിശ്വാസത്തോടു കൂടി, വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിടാൻ പറ്റും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരം സെൽഫ് അവയർനെസ് നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് തെറ്റുകൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴൊക്കെ നമ്മളെ പേഴ്സണൽ വീക്ക്നെസ്സുകൾ ഒരുപാടുണ്ടാവും. ഇത്തരം പേഴ്സണൽ ആയിട്ടുള്ള വീക്കായിട്ടുള്ള പോർഷൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരുപാട് ബയാസുകൾ ഉണ്ടാവും. നമ്മൾ തീരുമാനം എടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ബയാസുകൾ വരും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്ന ഈ ഒരു രീതിയാണ് കറക്റ്റ് എന്നുള്ളതായിരിക്കും. മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ ഇപ്പം നമ്മുടെ ഈ വീക്ക്നെസ്സിനെ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണത്തിൽ നമുക്കൊരു കാര്യത്തെ നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മുടെ ബയാസുകളെക്കുറിച്ചും നമ്മുടെ ഈ വീക്ക്നെസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളെ, ഇത്തരം ബയാസുകൾ, ഇപ്പോൾ ഇൻഫോർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു ബയാസ് ഉണ്ട്. ഇത് ഉദ്ദേശിക്കുന്ന സാധാരണ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിശ്വാസം അനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് അതിന് തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു കാര്യങ്ങളെ പെർസീവ് ചെയ്യുമ്പോൾ. ആ ഒരു എക്സിസ്റ്റിംഗ് ബിലീഫിനെ തെളിവ് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തെയായിരിക്കും നമ്മളൊരു അതുമായി റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബിലീഫ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ബയാസുകൾ എൻ്റെ തീരുമാനം എടുക്കുന്നതിലും അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നതിലൊക്കെ ഉണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലായാൽ അതൊരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ അതൊരു ബയാസാണ്. ആ ബയാസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറേ കൂടി ഒബ്ജക്റ്റീവ് ആക്കാൻ പറ്റും, കുറേ കൂടി ഓപ്പൺ മൈൻഡഡ് ആക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണാനും ബയാസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഫിസിക്കൽ അവെയർനെസ് ഉണ്ടെങ്കിൽ, ഒരു ബിഹേവിയറൽ അവെയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റും. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഡയമെൻഷൻസ് കൂടിയതാണ്. ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അദ്ദേഹത്തിന് ഇമോഷണലി വെൽബീയിങ് ഉണ്ടാവുക, ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടാവുക, ഒപ്പം തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുക, നല്ല സോഷ്യൽ കണക്ഷൻ ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ വളരെ അഫക്റ്റീവ് ആയിട്ടുള്ള സംതൃപ്തി നേടുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പോണൻറ്റുകൾ കൂടുമ്പോഴാണ് ഒരാൾ മെൻ്റലി ഹെൽത്ത് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന്, അല്ലെങ്കിൽ ഒരു വെൽബീയിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെൽഫ് അവെയർനെസ് ഉപകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവെയർനെസ് ആയിരുന്നു. നമുക്ക് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ വേണ്ടിയിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാൻ, അഥവാ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ കുറക്കാൻ വേണ്ടിയിട്ടും പോസിറ്റീവ് ഇമോഷൻസ്, അഥവാ ഹാപ്പിനെസ്, ജോയ്, എൻജോയ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഹാപ്പിനെസ്, പോസിറ്റീവ് ഇമോഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും, ഒപ്പം തന്നെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓവറോൾ നമുക്ക് ഔട്ട്കംസിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ, ഒരു വിശാലാർത്ഥത്തിൽ ഹോളിസ്റ്റിക് വ്യൂ പോയിന്റിലെ കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ബയാസുകളും അസംഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം നമ്മളൊരു കാര്യത്തെ തീരുമാനം എടുക്കുന്നതിലും കാര്യത്തെ നിർവചിക്കുന്നതിലും നമ്മൾ പെർസീവ് ചെയ്യുന്നതിലൊക്കെ തന്നെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടും ഒബ്ജക്റ്റീവായിട്ടും കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ ഗുഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസ്. രോഗമില്ലാത്ത ഒരവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. രോഗം ഉണ്ടാവാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതൊരു ബയോളജിക്കൽ കമ്പോണൻറ്റ് മാത്രമാണ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻസിൽ വരുന്നത്. അതിൻ്റെ ആസ്പെക്റ്റിൽ ഒരാൾ സ്പിരിച്വൽ ഡയമെൻഷൻസും സൈക്കോളജിക്കൽ ഡയമെൻഷൻസും ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ്ങിനെയാണ് നമ്മൾ സാധാരണ ഒരാളുടെ ഹെൽത്ത്, ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഹോളിസ്റ്റിക് വ്യൂവിൽ ഒരാളെ ഹെൽത്ത് എന്ന് പറയുള്ളൂ. ഒരു റിഡക്ഷനിസ്റ്റ് വ്യൂ ആണ് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. അങ്ങനെയല്ല, ഹോളിസ്റ്റിക് വ്യൂവിൽ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സെൽഫ് അവെയർനെസ്സും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരാളുടെ ഹെൽത്തി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇമോഷണലി വെൽബീയിങ് ആയിരിക്കണം. അങ്ങനെ ഇമോഷണലി വെൽബീയിങ് ആവണമെന്നുണ്ടെങ്കിൽ സെൽഫ് അവെയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്.
ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്കില്ലാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ ലൈഫ് സ്കില്ല് കൂട്ടാമെന്ന്, നമ്മൾ എന്തൊക്കെ സ്കില്ലുകൾ കൂട്ടിയാൽ നമുക്ക് ഇത്തരം സെൽഫ് അവയർനെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്.